ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, ബെന്നിറ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ഇന്ന് 118-ാം ദിനം രാത്രിയിൽ മക്കളെ അനുഗ്രഹത്തിനായി നമ്മൾ സമർപ്പിക്കുന്നു. മക്കൾ സുഖമായിരിക്കുന്നു, ഒരു കൃപയിലേക്ക് വളരുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അങ്കമാലി കരിയാട് പ്രാർത്ഥനാ പ്രേക്ഷിത ഭവനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കമൻറ്റുകളായി എഴുതുന്ന പേരുകൾ എല്ലാ ദിവസവും സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് മെസ്സേജായിട്ട് അയയ്ക്കുക, വോയിസ് മെസ്സേജായിട്ടോ ടെക്സ്റ്റ് മെസ്സേജോ ആയിട്ടോ അയയ്ക്കുക. മധ്യസ്ഥ പ്രാർത്ഥന സഹായിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിരിക്കുവാനും നിത്യാരാധനയിൽ നമുക്ക് വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള കൗൺസിലിംഗ് പങ്കെടുക്കുവാനും അവസരമുണ്ട്. വിനിയോഗിക്കുവാനായിട്ട് പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 28-ാം വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ എന്ന് വചനം പറയുന്നു. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും പാപത്തിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുമാണ് മക്കളുടെ ജീവിതത്തെ അവരുടെ ദൈവവുമായി അകറ്റിയിട്ടുണ്ടെങ്കിൽ, ഉദാസിയോടോ ദേവാലയത്തോടോ കുടുംബ പ്രാർത്ഥനയോടോ വ്യക്തിപരമായ പ്രാർത്ഥനയോടോ ദൈവസ്നേഹത്തോടോ മക്കൾ മറുതലിക്കുകയും അകന്നു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് മക്കൾ അതിനധികം പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥനയ്ക്കൊന്നും വില കൽപ്പിക്കാത്ത മക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. പല മാതാപിതാക്കളും നേരിട്ടും ഫോൺ വഴിയായും മാതാപിതാക്കൾ പറയാറുണ്ട്, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, മക്കൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. അതിനോടെല്ലാം ഒരു മുഖം തിരിക്കുന്ന മനോഭാവം. എന്നാൽ പ്രതിസന്ധി തൊട്ട് മാറുന്നുമില്ല. സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ഇവർക്ക് പ്രതിസന്ധിയെ മാറ്റുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വഴിമുട്ടി പോകുന്ന മക്കളെ ഇന്ന് നമുക്ക് സമർപ്പിക്കാം. ഇരട്ടി ദേഷ്യതയോടെ ദൈവത്തിലേക്ക് തിരികെ വരുവാനും ദൈവസ്നേഹത്തിൽ കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ച് നല്ല കൃപയുടെ മക്കളായി തീരുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ബാറൂക്ക് 4:28 ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ പാപാവസ്ഥയും സമർപ്പിക്കുന്നു. അങ്ങേക്കെതിരായി പറയുന്ന ഓരോ വാക്കുകളെയും വചനത്തിന് വിരുദ്ധമായുള്ള ജീവിതത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, ആ തെറ്റുകളെ കണക്കെടുക്കാതെ അവിടുത്തെ വലിയ കാരുണ്യം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ചൊരിയണമേ. അങ്ങനെ ഞങ്ങളുടെ മക്കളെ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും അസ്വസ്ഥകളിൽ നിന്നും പിന്മാറട്ടെ. കുമ്പസാരം എന്ന കൂദാശയിലേക്ക് തിരികെ വന്നുകൊണ്ട് ഞങ്ങളുടെ മക്കൾ കൃപ നേടിക്കൊണ്ട് കൂദാശ സ്വീകരിച്ച് ഈശോയെ വിശുദ്ധ ബലിയിലും പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും പങ്കുചേർന്നുകൊണ്ട് എപ്പോഴും അങ്ങയുടെ പ്രിയ മക്കളായി നിലകൊള്ളുകയും കൃപ നേടി ജീവിത വിജയം കരസ്ഥമാക്കുകയും ചെയ്യട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.